RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് 2025-26 സീസണിൽ ബാഴ്സലോണയുടെ ഗോൾ വല ആര് കാക്കും എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വളരെ ബാഴ്സ ഫാൻസിനായിക്കോട്ടെ, മാനേജ്മെന്റിനായിക്കോട്ടെ, അതേപോലെ അവരുടെ കോച്ചിങ്, അതേപോലെ ടീംമേറ്റ്സ് എല്ലാവർക്കും ഒരു ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യം തന്നെയാണ് അടുത്ത സീസണിൽ ആരായിരിക്കും ബാഴ്സയുടെ ഗോൾ വല കാക്കുക എന്നുള്ളത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഈ 2024-25 സീസണിൽ ടെർ സ്റ്റെഗനായിരുന്നു ഒന്നാം ഗോൾ കീപ്പറായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ഹൻസി ഫ്ലിക്ക് ബാഴ്സയുടെ കോച്ചായിട്ട് ജോയിൻ ചെയ്യുന്നത്. അതിനിടയിൽ ഗുരുതര പരിക്കായിട്ട് സ്റ്റേഗൻ 6 മാസത്തിൽ കൂടുതൽ പുറത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ സെക്കൻഡ് കീപ്പർ ആയിട്ടുള്ള ഇനിയാക്കി പിന്നെയാണ് മെയിൻ ഗോൾ കീപ്പറായിട്ട് വന്നത്. ആ സമയത്ത് ഒരു ബാക്കപ്പ് ഗോൾ കീപ്പർ വേണം, അല്ലെങ്കിൽ ഇനിയാക്കി പിനിക്ക് പകരക്കാരനായിട്ട് ഒരാൾ വേണമെന്ന് ഹൻസി ഫ്ലിക്കിന് ഒരു ഇതുണ്ടായിരുന്നു. തീർച്ചയായിട്ടും പൈസ കൊടുത്ത് പുതിയ പ്ലെയേഴ്സിനെ സൈൻ ചെയ്യാനുള്ള ഇതും രജിസ്റ്റർ ചെയ്യാനൊന്നും പറ്റാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് ബാഴ്സ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ടായത്. ആ സമയത്താണ് നമ്മുടെ ഷെസ്നി ഫുട്ബോൾ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് ഗോൾഫും ബീച്ചിലൊക്കെ ആയിട്ട് ഫാമിലി ആയിട്ട് അടിച്ചു പൊളിക്കുന്നത്. അപ്പോഴാണ് ഹൻസി ഫ്ലിക്ക് ഷെസ്നെ വിളിക്കുന്നത്. അപ്പോൾ ഷെസ്നി ഒന്നും നോക്കാതെ വന്നു. എന്താണെന്ന് പറഞ്ഞാൽ കിട്ടുകയാണെങ്കിൽ ഒരു ചാൻസ്, ഒരു സീസൺ നോക്കാമെന്ന് പറഞ്ഞിട്ട് വന്നു. അങ്ങനെ അടിപൊളി ഒരു സീസണും കഴിഞ്ഞു. ഡൊമസ്റ്റിക് ട്രിബിളും അടിച്ചിട്ടാണ് ചങ്ങായി പോകുന്നത്. ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനലിൽ പുറത്തായി. എന്നാലും ഷെസ്നി അത്യാവശ്യം നല്ല രീതിയിൽ ബാഴ്സയ്ക്ക് വേണ്ടിയിട്ട് കളിച്ചു. അതൊരു റിട്ടയർഡ് ചെയ്തൊരു 2 മാസത്തോളം ബാഴ്സ ബെഞ്ചിലിരുന്നു. എന്താണ് ആ ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അതുവരെ ഇനിയാക്കി പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ വലിയ മോശമൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കളിക്കേണ്ടത്. പക്ഷെ ആൾക്കൊരു ഒരു എനർജി ഇല്ല. വെറുതെ ഗോൾ വരും സേവ് ചെയ്യുന്നല്ലാണ്ട് കളിക്കാരായിട്ടുള്ള ഒരു എൻഗേജ് ചെയ്യല്, അതേപോലെ ഒരു ഉത്തേജിപ്പിക്കല്, അതേപോലെ ഒരു ഇതുണ്ടല്ലോ, അതൊന്നും ഇല്ല ആളുടെ. ആൾ സൈലന്റ് ആയിട്ട് നിൽക്കുമ്പോൾ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ വ്യൂവിൽ ആൾ ഓക്കെ ആയിരുന്നു. പിന്നെ എക്സ്പീരിയൻസിന്റെ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഷെസ്നി വന്നു. ഷെസ്നി ഫസ്റ്റ് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ ക്ലീൻ ഷീറ്റുകൾ അയച്ചു. അൺബീറ്റൺ ഉണ്ടായിരുന്നു ബാഴ്സയുടെ പോക്ക്. അതെല്ലാം ആയപ്പോൾ ഓക്കെയാണ്. അപ്പോൾ അവസാനത്തോട് അടുപ്പിച്ചപ്പോൾ സ്റ്റേഗന്റെ പരിക്ക് മാറി തിരിച്ചു വന്നു. പക്ഷെ തിരിച്ചു മാറി ആൾക്ക് 2-3 കളികൾ കൊടുത്തു. 4 ഗോൾ കൺസിഡർ 2 കളി തന്നെ 4 ഗോൾ കൺസിഡർ ചെയ്തു. പരിക്കൊന്നും തിരിച്ചു വരുന്നതായിരിക്കും. പക്ഷെ എനിക്ക് എൻ്റെ ഒരു ഇതിൽ സ്റ്റേഗന്റെ പഴയ ഫോമിൽ നിന്നല്ല. സ്റ്റേഗൻ ഇപ്പോൾ ഭയങ്കര ഷോർട്ട് ഓൺ ടാർഗറ്റിലേക്ക് അടുത്തുനിന്നുള്ള ഷോട്ടുകൾ വരുന്ന സമയത്ത് സ്റ്റേഗൻ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷെ ലോങ് റേഞ്ച് ഒക്കെ ആണെങ്കിൽ ആള് സ്പൈഡർമാൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ട്രോഫികളും ഒരുപാട് ഫാൻസ് ഒക്കെ ഉള്ള ഒരു ചങ്ങായി തന്നെയാണ്. പക്ഷെ സംഭവിച്ചു. പക്ഷെ എന്താ കാരണം എന്ന് പറഞ്ഞാൽ കാലം മാറുമ്പോൾ ആൾക്കാരുടെ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ കുറയും. അതിനൊരു എക്സാമ്പിളാണ് സ്റ്റേഗൻ. സ്റ്റേഗന്റെ ഫോം ഭയങ്കര മോശമാണ്. ഇപ്പം ഗോൾ കീപ്പർ 2028 വരെയൊക്കെ സ്റ്റേഗന്റെ കോൺട്രാക്ട് ഉണ്ട്. നമ്പർ 1 ഗോൾ കീപ്പറാണ് ബാഴ്സയുടെ. അപ്പോൾ മാനേജ്മെന്റ് കൺഫ്യൂഷൻ, ഇത് എന്താ ചെയ്യാൻ അടുത്തത്. ഷെസ്നി അവിടെ ഉണ്ട്, നിയാക്കിപ്പിൻ അവിടെ ഉണ്ട്. ഷെസ്നി ഫസ്റ്റ് ഗോൾ കീപ്പർ ആയാലും മാത്രമേ തുടരുള്ളൂ. അല്ലാണ്ട് വെറുതെ ബെഞ്ചിലിരിക്കുന്ന പൈസ വാങ്ങിക്കുക ഒക്കെ എല്ലാം ശരിയാണ്. ചിലപ്പോൾ ഒരു കൊല്ലം കൂടി അവിടെ ബെഞ്ചിൽ നിന്ന് പൈസ വാങ്ങിക്കായിരിക്കും. അല്ലെങ്കിൽ ആള് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് വീണ്ടും റിട്ടയർമെന്റ് ചെയ്ത്, അല്ലെങ്കിൽ ഫുട്ബോൾ തലയ്ക്ക് കയറിയിട്ടുണ്ട്, ഈ ബാഴ്സയോടുള്ള മുഹബത്ത് ആൾക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു സീസൺ കൂടി ഇവിടെ ഉണ്ടാവും. അങ്ങനെ നോക്കുകയാണെങ്കിലും ഇവര് ആരായിരിക്കും എന്നുള്ള ഭയങ്കര കൺഫ്യൂഷൻ. ഇനിയാക്കി പിന്നെ എന്തായാലും ബാഴ്സ വിട്ടു പോകാനാണ് ചാൻസ്. കാരണം ആൾക്ക് തേർഡ് ഗോൾ കീപ്പറായിട്ടൊന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഏതെങ്കിലും ക്ലബിൽ ലോണിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലബിൽ പോയി കളിച്ച് ആളുടെ കരിയറിനെ ഗ്രോത്ത് ഉണ്ടാക്കാനേ നോക്കുള്ളൂ. അതേപോലെ സ്റ്റേഗനെ സംബന്ധിച്ചിടത്തോളം നല്ല അടുത്ത വേൾഡ് കപ്പ് വരുന്നത് 2026. അതിൽ ജർമ്മനിയുടെ മെയിൻ ഗോൾ കീപ്പറാണ്. അപ്പോൾ ഇവിടെ സെക്കൻഡ് ഗോൾ കീപ്പറായിട്ട് ഇരുന്നാൽ ആൾക്കും പണിയാണ്. അപ്പോൾ ആൾ ബാഴ്സയോട് ആ കാര്യം അവതരിപ്പിക്കും. തീർച്ചയായിട്ടും ആൾക്ക് ഫസ്റ്റ് ഗോൾ കീപ്പറായിട്ട് തെളിയിക്കുക തന്നെ വേണം. അല്ലാതെ ഇപ്പോൾ നീണ്ടകാലം 6 മാസം പരിക്കൊക്കെ ആയി കഴിഞ്ഞാൽ അവിടെ വേറെ പിള്ളേർ കയറി തരും ജർമ്മൻ മുതൽ കത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും ഒരു പ്രശ്നമാണ്. അല്ലെങ്കിൽ പുതിയ സൈനിങ്ങുകൾ. ഇപ്പോൾ എസ്പാനിയോളിൽ ഗ്രാസിയസിനെയാണ് ബാഴ്സ സൈൻ ചെയ്യണമെന്ന് പറഞ്ഞത്. 25 മില്യൺ ഉള്ളത്. റെലഗേഷൻ സോണിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടിട്ടാണ് ഇപ്പോൾ എസ്പാനിയോള് ആ ലീഗ് തുടരുന്നത്. അപ്പോൾ ഈ ചങ്ങായിനെ സൈൻ ചെയ്യുകയാണെങ്കിൽ ഡെക്കോ ഈ ചങ്ങായിനെ സൈൻ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു തീരുമാനമായിരിക്കും. 1 വർഷം ലോണിൽ, ഇപ്പോൾ വാലൻസിയയിൽ ലോണിൽ വിടുന്നൊക്കെയാണ് റൂമറുകൾ വരുന്നത്. ഒന്നും സ്ഥിരീകരിക്കാത്ത റൂമറുകളാണ്. അങ്ങനെ ബാഴ്സയ്ക്ക് ഒരു ഗോൾ കീപ്പർ അനിവാര്യമാണ്. നിയാക്കിപ്പിനിയ ഇന്നലത്തെ അവസാന മാച്ചിൽ അത്ലറ്റിക് ബിൽബായിട്ട് അതിമനോഹരമായിട്ടാണ് സേവ് ചെയ്തത്. പക്ഷേ ആള് സേവ് ചെയ്യണം, എല്ലാം ഉണ്ട്. സേവ് ചെയ്യണം, ബോള് ചെയ്യുന്നത്, ഇന്റർസെപ്ഷൻ എല്ലാം ഓക്കെ ആളുടെ. പക്ഷെ ആള് സൈലന്റാ, ഇങ്ങനെ ഉണ്ടാകാതെ നിൽക്കല. ഒരു മോട്ടീവ് ചെയ്യുന്ന ഡിഫൻസിൽ എന്തെങ്കിലും പിഴവ് വരുത്തിയാൽ അവരെന്തെങ്കിലും പറയുന്നത് ഒന്നുമില്ല. സൈലന്റ് ആണ്. ആൾക്ക് ആ ഒരു മെന്റാലിറ്റി കൂടി കിട്ടിക്കഴിഞ്ഞാൽ, ബാഴ്സയുടെ ഇപ്പോഴത്തെ ഒരു മെന്റാലിറ്റി കൂടി കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കും. അതിൽ സംശയമൊന്നുമില്ല. അത്യാവശ്യം ഷോർട്ട് ബോളുകൾ എടുക്കാനും ഡൈവിങ്ങിനും എല്ലാം ഓക്കെയാണ്. അതും ഫ്യൂച്ചർ ഉണ്ട്. അത് ഹൻസി ഫ്ലിക്കിന് എത്രത്തോളം വിശ്വസ്തനാണെന്ന് കൂടി മനസ്സിലാക്കണം. അപ്പോൾ എസ്പാനിയോളിൽ നിന്ന് പുതിയ ഗോൾ കീപ്പർ വന്നു കഴിഞ്ഞാൽ ഒരു 8-10 കൊല്ലത്തിന് ആളെ ആവും. 25 മില്യൺ അവർ പറയുന്നത്. അതും വേറെ ഒരുപാട് ക്ലബ്ബുകൾ ആളുടെ പിന്നാലെ ഉണ്ട്.
ഇപ്പോൾ എസ്പാനിയോൾ എന്തായാലും എസ്പാനിയോളിൽ നിന്ന് വിട്ടു പോകുന്ന ആള് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ബാഴ്സലോണയ്ക്ക് ഒരു പുതിയ സൈനിങ് ഗോൾ കീപ്പർ വേണം, അത് മസ്റ്റാണ്. സ്റ്റേഗന് തുടക്കം ഇപ്പോൾ യൂറോപ്പ ടൂറും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് സ്റ്റേഗൻ ട്രൈ ചെയ്യുമായിരിക്കും. പക്ഷെ എന്നാലും വലിയ വലിയ മത്സരങ്ങൾ വരുമ്പോൾ, ഈ ചാമ്പ്യൻസ് ലീഗ് പോലുള്ള മത്സരങ്ങളും അതിൽ നോക്കൗട്ട് റൗണ്ടുകളിലൊക്കെ വരുമ്പോൾ ഒരു ചെറിയ പിഴവ് മതി. ഷെസ്നി ഇപ്രാവശ്യം അത്യാവശ്യം ആളോട് കഴിയുന്ന പരമാവധി എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ അവസാനത്തിലേക്കായപ്പോൾ ഷെസ്നിയുടെ കയ്യിൽ നിന്നും കുറച്ച് എന്താ അൻസിഫിക്കിന്റെ ഈ ഓഫ്ലൈൻ ട്രാപ്പുള്ള കളി ഉണ്ടല്ലോ, ഈ ട്രാപ്പ് മറികടന്നിട്ട് പെട്ടെന്നായിരിക്കും 1-1 പെട്ടെന്ന് പ്ലെയേഴ്സ് അടുത്തത്. ഗോൾ കീപ്പറും അവരുടെ അറ്റാക്കുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഗോൾ കീപ്പർ അതിന് പ്രതിരോധിച്ചിട്ട് കയറി വന്നിട്ട് ബോൾ എടുക്കാനും അത്ര പെട്ടെന്ന് നമ്മൾ മൈൻഡിൽ തോന്നുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തിട്ട് എത്തണം, അല്ലെങ്കിൽ പണി വാങ്ങിക്കും. ഷെസ്നിക്ക് വന്ന പ്രായമായി, അതിന്റെയൊക്കെ അവസാനത്തിലൊക്കെ ഉണ്ടായിരുന്നു ചെറിയ. പക്ഷെ എന്നാലും ഷെസ്നിയോടെ ആവുന്നതെല്ലാം ചെയ്തിട്ടാണ് ഈ സീസണിൽ ഡൊമസ്റ്റിക് ട്രിപ്പിൾ അടിച്ച് ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൽ എത്തിയത്. ഈ സീസൺ തുടങ്ങുമ്പോൾ ബാഴ്സ ആരാധകർ പോലും പ്രതീക്ഷ ഉണ്ടാവില്ല ഒരു കപ്പ് നേടുന്നു. ലാമാസിലെ കുറച്ച് പിള്ളേരെയും വെച്ച് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും പരിക്കുകളും എല്ലാം ഉണ്ടായിട്ട് പോലും അവരിവിടെ എത്തി. അപ്പോൾ അടുത്തൊരു സീസൺ മുന്നോട്ട് പോകണമെങ്കിൽ നല്ലൊരു ഗോൾ കീപ്പർ മസ്റ്റായിട്ട് വേണം, അല്ലെങ്കിൽ സ്റ്റേഗൺ ഫോമിലേക്ക് തിരിച്ചു വരണം. എനിക്ക് തോന്നുന്നില്ല ഷെസ്നി നിൽക്കുകയാണെങ്കിൽ സ്റ്റേഗൺ വെളിയിൽ പോവായിരിക്കും. അങ്ങനെയുള്ള കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കണം 2025 ബാഴ്സയുടെ ഗോൾ വല കാക്കേണ്ടതെന്ന് ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വലിയേറെ അഭിപ്രായങ്ങൾ മറക്കാതെ രേഖപ്പെടുത്തുക. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും.